ഓക്കെ മക്കളെ, നമുക്ക് നോക്കാൻ ഡിറ്റർമിനന്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനകത്ത് നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, 2015 എല്ലാ സ്ഥലങ്ങളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഡിഫറെന്റ് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 2015 ഡിറ്റർമിനന്റിനകത്ത് വന്നൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയും. കഴിഞ്ഞ ക്ലാസ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇതാ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. 2015 മാർക്ക് ചോദിച്ചിരുന്ന ചോദ്യമാണിത്. പ്രൂവ് ദാറ്റ് 1 factorial, 2 factorial, 3 factorial, 2 factorial, 3 factorial, 4 factorial, 3 factorial, 4 factorial, 5 factorial is equal to 4 factorial. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നതാണ് 3 മാർക്കിന്റെ ചോദ്യമാണ്. എത്ര മാർക്കാണ്? 3 മാർക്കിന്റെ ചോദ്യമാണ്. മിക്ക കുട്ടികളൊക്കെ കണ്ടു കഴിയുമ്പോൾ എന്തായാലും ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് 3 മാർക്ക് നമുക്ക് നേടുകയും ചെയ്യാം. പക്ഷെ ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ഓർക്കണം. ഫാക്ടോറിയൽ അപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. നിങ്ങൾ നോക്കുക, ആൻസർ ഞാൻ തുടങ്ങുന്നത് എവിടുന്നാണ്? ലെഫ്റ്റ് സൈഡ് ഞാൻ എടുത്തിരിക്കുന്നു. ഏതാണ് എടുത്തിരിക്കുന്നത്? ഡിറ്റർമിനന്റ് ഓഫ് ഏതാണ്? 1 ഫാക്ടോറിയൽ, പിന്നെ ഏതാണ്? 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, വീണ്ടും 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ is equal to 4 ഫാക്ടോറിയൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ടേക്ക് ദ LHS. LHS is that determinant. We know that 1 ഫാക്ടോറിയൽ is equal to, ഞാൻ വിലയെ എഴുതുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? n ഫാക്ടോറിയൽ is equal to 1 into 2 into 3 into 4 into എക്സെട്രാ അപ് ടു എവിടെ വരെ വരും? n വരെ വരും. ഇതാണ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 എന്ന് മാത്രമേ ഉള്ളൂ. That is equal to 1. ഇനി 2 ഫാക്ടോറിയൽ എന്താണ്? ഇത് സെയിം അനുസരിച്ച് 2 ഫാക്ടോറിയൽ. What is 2 ഫാക്ടോറിയൽ? 2 ഫാക്ടോറിയൽ is equal to 1 into 2 പറയുന്ന 2 ഫാക്ടോറിയൽ. 1 into 2 is equal to 2. Therefore 2 ഫാക്ടോറിയൽ is equal to 2. ഇനി നെക്സ്റ്റ് 3 ഫാക്ടോറിയൽ. എന്താ 3 ഫാക്ടോറിയൽ? 3 ഫാക്ടോറിയൽ മീൻസ് 1 into 2 into 3 അത്ര വരെയാണ്. That is equal to 1 into 2 into 3 എത്രയാണ്? 6. അപ്പം 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര എഴുതാം? നമുക്ക് 6 എന്ന് എഴുതാം. വീണ്ടും ഇവിടെ 2 ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 തന്നെയാണ്. Then what is 3 factorial? 6 ആണ്. ഇനി 4 factorial എന്താണ്? We know that 4 factorial is equal to 1 into 2 into 3 into 4. 1 into 2 into 3 into 4. That is equal to 2 into 3, 6 into 4, 24. അപ്പൊ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? 4 ഫാക്ടോറിയൽ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 24. വീണ്ടും ഇവിടെ വരുന്നു 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. വീണ്ടും ഇവിടെ വരുന്നു 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഇപ്പൊ എഴുതി 24 ആണ്. ഇനി അടുത്ത ഏതാ വരുന്നത്? 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ is equal to, what is 5 factorial? 5 factorial means 1 into 2 into 3 into 4 into 5. ഇതാണ് 5 factorial. That is equal to 1 into 2 into 3 into 4 എന്ന് പറഞ്ഞാൽ we know that 24. 24 into 5 that is equal to 120. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും? 120. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. ഇതെത്രയാണ്? 120. ഇനി മക്കളെ ഇതിന്റെ വാല്യൂ നമ്മളൊന്ന് കണ്ടുപിടിച്ചോ. നമുക്ക് ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ അതേ മെത്തേഡിലേക്ക് പോവാണ്. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കാം? ഒരു ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് റോ വെച്ചോ കോളം വെച്ചോ? ഒരു റോ വെച്ച അല്ലെങ്കിൽ ഒരു കോളം വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതിന്റെ ഞാൻ ഈ റോ വെച്ചാണ് എടുത്തത്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് എടുക്കുമ്പോൾ, ഫസ്റ്റ് എലമെന്റ് മുകളിൽ എഴുതിയിട്ടാണ്. ഫസ്റ്റ് എലമെന്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോയും ആ എലമെന്റ് ഉൾപ്പെടുന്ന റോ ആൻഡ് കോളം, എലിമിനേറ്റഡ് ആയിട്ട് റോ ആൻഡ് കോളം, ആ കോളവും മാറ്റിക്കളയാ റോയും മാറ്റിക്കളയാ, ബാക്കി എന്ത് വരില്ല. ആദ്യം ശേഷിക്കുന്നു തന്നെ ചെയ്യാണ്. 1 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ ആ റോയും കളഞ്ഞു, ആ കോളം കിട്ടി, ബാക്കി പോയിട്ട് വരുന്നത് ഏതൊക്കെയാണ് ഇവിടെ മക്കളെ? നമുക്ക് ഏതൊക്കെയാണ്? 6. ഇവിടെ എത്ര വന്നു? 24. ഇവിടെ എത്രയുണ്ട്? 24. വീണ്ടും എത്രയാണ്? 1. ഇതാണ് 1 into that. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് എലമെന്റ് പ്ലസ് ആണ്, സെക്കൻഡ് എലമെന്റ് ആണ് എടുക്കുന്നെങ്കിൽ അവിടെ മൈനസ് വരും. അപ്പോൾ മൈനസ് സെക്കൻഡ് എലമെന്റ് ആണ് 2 ആണ്. -2 into 2 എടുക്കുമ്പോൾ, സെക്കൻഡ് എലമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെ കളയണം? നമ്മള് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടത്? ആ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കോളവും നമ്മള് എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ 2 എന്ന് പറയുന്നത് ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ. അപ്പൊ ഫസ്റ്റ് റോ വേണ്ട. അത് ഉൾപ്പെടുന്ന കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം. അത് വേണ്ട. പോയിട്ട് ഇവര് മാത്രമേ വേണ്ടുള്ളൂ. 4 എലമെന്റ് ഏതൊക്കെ വരും? 2, 24, 2 പിന്നെ 24. പിന്നെ ഇവിടെ ഏതൊക്കെ വരും? 6, 100, 6, 100. അത് കണ്ടത് നോക്കും. അപ്പം 2 എടുത്തു,
ആദ്യത്തെ പ്ലസ് ആണ്, രണ്ടാമത്തെ മൈനസ് ആണ്, മൂന്നാമത്തെ എന്താണ് പ്ലസ് വരണം. അതിന്റെ റൂളൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോക്കകത്ത്, അത് കിടപ്പുണ്ട്. ഇത് ഓർമ്മ ഇല്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് ഒരു പ്രാവശ്യം കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പൊ മൂന്നാമത്തെ എടുക്കുന്നു 6. അപ്പൊ 6 ഇൻറ്റു നമ്മൾ 6 ഇവിടെ എഴുതുന്നാൽ 6 ഉൾപ്പെട്ട റോയും കളഞ്ഞു കോളവും 2 6 6 24. അപ്പം ഡെറ്റർമിനന്റ് ഇത് വന്നു. ഡെറ്റർമിനന്റ് ഓഫ് 2 6 6 പിന്നെ ഏതാണ് 20. ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് വാല്യൂ കണ്ടുപിടിക്കുക. വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 1. ഇത് പറയുന്ന കാര്യമൊന്നുമില്ല. 1 into ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 6 into ഏതാണ് 120. 6 into 120. 6 into 120 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഏതൊക്കെയാണ് 24 into 24. ഏതൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 24 into 20. ഓക്കെ, മൈനസ് 2 into ബാക്കിയുള്ളത് ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഏതാണ് 2 into എത്രയാണ് 2 into 120. 2 into 120 മൈനസ് ഇത് 6 into എത്രയാണ് 6 into 20. 6 into 20 പ്ലസ് 6 into വീണ്ടും ഇത് അതിന് താഴേക്ക് എഴുതിയേക്കാം. സ്പേസ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ താഴെ എഴുതുകയാണ്. പ്ലസ് 6 into 6 എടുത്ത് കഴിയുമ്പോൾ ഇതിനുണ്ട് 2 into 24 2 into 24 മൈനസ് ഇതിനോട് 6 into ഏതാണ് 6. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാനുള്ളത് എല്ലാം എഴുതി. ഇനി നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എന്ത് വരുന്നുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ പോകാണിത്. ഏതൊക്കെയാണ് വരുന്നത്? നോക്കി, that is equal to എന്ത് വരും? That is equal to 6 into 24. 6 into 12 72. അപ്പം 720. That is equal to 720 minus 24 into 24. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതി ഗുണിക്കല്ല, അല്ലാതെ തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇല്ല പഴയ വീഡിയോയിലോട്ട് പോവുക. വീഡിയോയുടെ അടുത്ത മാസത്തെ പറയുന്നതിനകത്ത് കിടപ്പുണ്ട് 2 ഡിജിറ്റിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അതായത് 24 എഴുതുകയാണ്. 24 സ്ക്വയർ നമ്മൾ എഴുതുന്നു. 4 സ്ക്വയർ ആയ 16 6 ഞാൻ ഇവിടെ എഴുതുന്നു. പിന്നെ 1 ഉണ്ട്. അടുത്ത ടൈം എഴുതുന്നത് എങ്ങനെയാണ് ചെയ്താൽ 3 വരെ ഞാൻ കുടിക്കും. 2 into 4 8 8 into 2 16. 8 into 2 എത്രയാണ് 8 into 2 16. 16 ആ 1 കൂടെ കൂട്ടി 16 plus 1 17. 7 എഴുതി റിമൈൻഡർ 1 എഴുതി. ഈ 2 സ്ക്വയർ എടുത്ത് 4 plus that was 5. That is equal to 576 is the square of 24. Therefore 720 minus 576. 576 1 into കാരണം ബാക്കി നമുക്ക് വേണ്ട. ഇനി അടുത്തത് ഏതാണ് 2 into രണ്ടാമത്തെ ഞാൻ പറയുന്നില്ല. 2 into മൈനസ് 2 into ആണ്. മൈനസ് 2 into ഇവിടെ നോക്കാം. 2 into 120. 2 into 24. That is equal to 240. Okay, minus 6 into 24. നോക്കാം 6 into 4 എത്ര 24 4 എഴുതും. റിമൈൻഡർ എത്ര വരും 2 വരും. 6 into 2 12 that is കൂടെ പോകുമ്പോൾ 40 and 144. ഓക്കെ, ഇനി പ്ലസ് 6 into പ്ലസ് 6 into 6 into ഏതൊക്കെയാണ് 2 into 24. that 2 into 24 is equal to 48. 48 minus 6 into 6 36. നമ്മൾ ഈ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ആര് മൾട്ടിപ്പിൾ ചെയ്തെന്ന് പറഞ്ഞാൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം നോക്കുക, എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം നോക്കിക്കോണം. നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 720 നിന്നും 576 പോവുകയാണെങ്കിൽ ഞാൻ എഴുതി കുറയ്ക്കുന്നില്ല, ഇവിടെ നേരിട്ട് കുറയ്ക്കുകയാണ്. ഇവിടെ നിങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 10 minus 6 10 minus 6 എത്ര വരും വെച്ചാൽ 4 വരും. ഇനി ഇവിടെ എത്രയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിടപ്പുണ്ട് 7 കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അപ്പൊ 11 ആണ്. 11 7 പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 4. ഇനി ഇവിടെ എത്രയാണ് 6 ആണ്. 6 5 പോയായിട്ട് 1. Therefore 720 minus 576 is equal to 144 minus of 2 into അടുത്തത് ഞാൻ ഇതിലൂടെ മൾട്ടിപ്ലൈ ചെയ്തു 240 മൈനസ് 144. 144 ആണ് പാക്കറ്റിലേക്ക് നോക്കുക. 24 സിസ്റ്ററിനല്ല 6 ശരിയാണ്. നമുക്കൊന്ന് കുറച്ച് നോക്കാം മക്കളെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് 10 minus 4 10 minus 4 we know that is 6. ഓക്കെ 6. ഇനി ഇവിടെ എത്രയാണ് മക്കളെ 3 ആയിരിക്കും.
അപ്പൊ 3യിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തത് 4 ആണ്, പോകത്തില്ല. ഒരെണ്ണം അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ 3 നമ്മൾ 13 ആകും. 13 ആകുന്നത് എത്ര സബ്ട്രാക്ട് ചെയ്യണം? 13 മൈനസ് 9 എത്ര വരും? 96 പ്ലസ് അടുത്തത് ഏതാണ് വരുന്നത്? 6 ഇൻറ്റു അവിടെ എത്ര വരും എന്ന് നോക്കാം. അവിടെ വരുന്നത് എത്രയാണ്? 48 മൈനസ് 36 12. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നത്, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന 12. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടേബിളിനെ വേർതിരിക്കുന്നത് ഏതൊക്കെയാണ്? പ്ലസ് മൈനസ് കൊണ്ട്. ബാക്കിയുള്ളത് ഇന്റേണൽ ആയിട്ട് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്യും. അപ്പൊ ഇവിടെ 144 മൈനസ് 2 ഇൻറ്റു 96 2 ഇൻറ്റു 6 12 12 into 2 remainder 1 2 into 9 18 18 plus that 190 that is equal to 192 plus 6 into 12 we know that is 72. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, നെഗറ്റീവ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ പോസിറ്റീവ് ലെഫ്റ്റ് സൈഡാണ് സൈഡ് നോക്കുന്നത്. അപ്പൊ ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവ്, ഇത് മാത്രമേ മൈനസ്. പോസിറ്റീവ് ഇവിടെ ആഡ് ചെയ്യുക, അതായത് 144 17 ഇത് ആഡ് ചെയ്യുക. Because that two numbers are only positive. This number is negative. Add 144 plus 72. First, then 4 plus 2. You know that 4 plus 2 is equal to 6. Then again 4 plus 7, 11. 11 now 1 is the remainder 1. That is 1 plus this 1, that is equal to 260. അപ്പോൾ എത്ര കിട്ടി? 216 minus 190. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കാം മക്കളെ, എത്ര വരുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 6 മൈനസ് 2. 6 മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. ഇനി ഇവിടെ എത്രയുള്ളത് മക്കളെ? 1 ആണ്. 1 ഇതിനെ പോകുന്നില്ല. സോ ഇറ്റ് ബിക്കം 11 മൈനസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 4. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 24 കിട്ടി. പക്ഷെ നമുക്ക് ഇതല്ല മക്കളെ തെളിയിക്കുന്നത്. എന്താണ് തെളിയിക്കേണ്ടത്? ദാറ്റ് ഫാക്ടോറിയൽ. ദാറ്റ് മീൻസ് 1 ഫാക്ടോറിയൽ, ഡിറ്റർമിനന്റ് ഓഫ് 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ. പിന്നെ അടുത്ത പോയിന്റ് ഇത് വരും 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ. അതിന് അടുത്തതിനകത്ത് എന്താ വരുന്നത്? അടുത്തതിനകത്ത് വരുന്നത് 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ ആൻഡ് 5 ഫാക്ടോറിയൽ. ഇതാണ് മക്കളെ നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? LHS നമ്മൾ ഈ എഴുതിങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുന്ന മക്കളെ നമുക്ക് നോക്കിയാൽ അറിയാം. ആ നെഗ്ലെക്ട് ഇതാണ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 factorial into 1 factorial, 2 factorial into 1 factorial, 2 factorial, 3 factorial. Next 2 factorial, 3 factorial, 4 factorial. Determinant of അടുത്ത ഏതാണ് പറയുന്നത്? 4 factorial, വീണ്ടും 3 factorial, 4 factorial, 5 factorial. ഇതാണ് നമ്മളെ നെക്സ്റ്റ് രംഗത്ത്. റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് മക്കളെ? 24. ഈ 24 എന്ന് പറയുന്നത് ഞാൻ എഴുതുന്നത് നിങ്ങൾ നോക്കാം. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു 24 അല്ലെ? ഈ 24 എന്ന് ഞാൻ മാറ്റി എഴുതുകയാണ്. എനിക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 24 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന നിങ്ങൾക്കറിയാം. 4 ഫാക്ടർ നമ്മൾ ആദ്യം ഇത് മാറ്റി എഴുതിയിട്ടുണ്ട് മക്കളെ. 4 ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 24 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 മക്കളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? n ഫാക്ടറിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 1 ഇൻറ്റു 2 into 3 into etc. into n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can write it n factorial. Similarly 1 into 2 into 3 into 4 it can be written as 4 factorial. നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? നോക്കിക്കേ, ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് പ്രൂവ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ് ഹെൻസ് പ്രൂവ്? ഓക്കെ, മനസ്സിലായെന്ന് നോക്കുക. വളരെ റയറായിട്ട് ചോദിച്ചിരിക്കുന്ന, വളരെ ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. റിസൾട്ട് നിങ്ങൾ പക്ഷെ കണ്ടു കാണുന്നില്ല. നിങ്ങൾ ഇതൊന്ന് നോക്കുക, ശരിക്കും ചെയ്യാൻ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് അടുത്ത പാർട്ടിലേക്ക് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യിച്ച കണക്കാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. അപ്പൊ ഞാൻ ഇവിടെ ചോദ്യം തരികയാണ്, ഫൈൻഡ് ദ മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദ ഡിറ്റർമിനന്റ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് രണ്ടുപേരും ഞാൻ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മളോട് ഞാൻ തരുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെയോ അല്ലെ അറിയാൻ വയ്യാതെയോ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാനിത് പറയുന്നതാണ്. ബാക്കിയുള്ളവർ ഇതൊന്ന് ചെയ്തു നോക്കുക. അതിന് സ്പീഡ് നിങ്ങൾ കൈവരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഇത് പ്രയോജനകരമാകുന്നുള്ളൂ. മൈനേഴ്സ് എന്താണ്, കോഫാക്ടർ എന്താണ്? അപ്പം ഓരോ എലമെന്റിനും ഒരു ഡിറ്റർമിനന്റ് തരികയാണെങ്കിൽ ആ ഡിറ്റർമിനന്റിന്റെ ഓരോ എലമെന്റിനും ആ എലമെന്റിന്റെ മൈനറും എഴുതാൻ പറ്റും, കോഫാക്ടറും എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് അത് എഴുതുന്നത്? നിങ്ങൾ നോക്കുക. ഇപ്പൊ ഇതിനകത്ത് 9 എലമെന്റ്സ് ഉണ്ട്, 9 മെമ്പേഴ്സ് ഉണ്ട്. ഈ 9 എണ്ണത്തിന്റെ അതായത് 9 എണ്ണമുണ്ട്, 3 3 3. അപ്പം 3 9 എണ്ണമുണ്ട്. ഈ 9 എണ്ണത്തിന്റെ മൈനറും എഴുതാം, കോഫാക്ടർ എഴുതാം. എങ്ങനെയാണ് മൈനർ എഴുതുന്നത്, എങ്ങനെയാണ് കോഫാക്ടർ എഴുതുന്നത്? മൈനർ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ M1. M ആണ്.
റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ആൻസർ ചെയ്യുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഫൈൻഡ് ദ മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ് ഓഫ് ദിസ് മെട്രിക്. അപ്പം ഒരു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. വി നോ ദാറ്റ് ദിസ് ഇസ് 3/3 matrix. 3/3 ഡിറ്റർമിനന്റ് ഫോം ഓഫ് ഇതാണ് A11 A12 A13. ഓക്കെ, അടുത്ത ഏതാണ് A21 സെക്കൻഡ് റോ ആവുമ്പോൾ A21 A22 A23 തേർഡ് റോ ആവുമ്പോൾ A31 A32 A33. ഇതാണ് ഒരു 3/3 ഡിറ്റർമിനന്റ് സ്റ്റാൻഡേർഡ് ഫോം. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ മൈനർ കണ്ടുപിടിക്കുക? മൈനർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത് എലമെന്റിന്റെയാണോ മൈനർ കണ്ടുപിടിക്കുന്നത്, ഇതിനകത്ത് ഇപ്പോൾ എല്ലാത്തിന്റെയും മൈനർ കണ്ടുപിടിക്കണം. അപ്പൊ ആ എലമെന്റ് ഇപ്പം A11ന്റെ മൈനർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആ A11 ഉൾപ്പെടുന്ന ഏത് റോയാണോ ഏത് കോളമാണോ ആ റോയും ആ കോളവും നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് A11 എന്നുള്ളതിന്റെ. അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? മൈനർ ഓഫ് A11. ശ്രദ്ധിച്ചു കേട്ടോണം, ഏതാണ് മൈനർ ഓഫ് A11. ഈ മൈനർ ഓഫ് A11 എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു ഇങ്ങനെയാണ്, മൈനർ ഓഫ് M11. കണ്ടോ മക്കളെ, വീഡിയോ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ ആണ് ഞാൻ എടുക്കുന്നത്. അതായത് ഈ A11 എന്ന് പറയുന്ന ഈ എലമെന്റിന്റെ മൈനർ ആണ്. ആ A11 എന്ന് പറയുന്നതിന്റെ മൈനർ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ആ A11 എന്ന് പറയുന്ന എലമെന്റ് അത് എലമെന്റ് A11 റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇതാകുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അങ്ങനെ വരുന്നത്. അപ്പൊ ആ A11 കാണണമെങ്കിൽ അതിന് നമ്മൾ M11 എന്ന് കൊടുക്കും. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? മൈനറാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ആ റോയികളെയും ആ കോളങ്ങളെയും ബാക്കി വരുന്നത് ഇത്രയും ഭാഗം ഒരു 2/2 മെട്രിക്സ്. ആ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഏതാണ് നോക്കുക. A11 പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏതൊക്കെയാണ്? ആ റോയും ആ കോളം പോയി കഴിഞ്ഞാൽ A22, പിന്നെ ഏത് വരും? A23, പിന്നെ ഇവിടെ A32, പിന്നെ ഏത് വരും? A33. ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ലഭിക്കില്ല. ഇതാണ് മൈനറായി. എങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അറിയാം? ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്യുക, കോഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്ത് കുറയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിലൂടെ മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് വരും? A22 ഇൻറ്റു ഇത് രണ്ടും ഡയഗണൽ എലമെന്റ്സ് A22 ഇൻറ്റു A3 മൈനസ്, ഇനി ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യും. ഏതൊക്കെയാണ് ഇത് രണ്ടും വരുമ്പോൾ? ഏതൊക്കെയാണ്? A32 ഇൻറ്റു ഇത് A23 ഇത്രോ മൾട്ടിപ്പിൾ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇതാണ് ഇതിന്റെ മൈനർ. തീർന്നു. ഇതാണ് ഇതിന്റെ എന്ത്? മൈനർ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഒരെണ്ണത്തിന്റെ മൈനർ ഞാൻ എഴുതാൻ പോവാണ്. ഇവിടുത്തെ റോളത്തിന്റെ മൈനർ എന്ന് പറഞ്ഞാൽ 1ന്റെ മൈനർ എഴുതുക. ഇത് മെമ്മറിയിൽ വെച്ചോട് നിങ്ങൾ ഇത് നോക്കാം എങ്ങനെയാണ് മൈനർ എഴുതുന്നത്. അപ്പൊ ഞാൻ ആദ്യം എഴുതുന്ന കാര്യം ഇട്ടാൽ മൈനർ ഓഫ് ഏതിന്റെ മൈനർ എഴുതുന്നത്? ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ ഓഫ് ഏതാ എഴുതുന്നത്? മൈനർ ഓഫ് 1. ഇവിടുത്തെ എലമെന്റ് 1 ആണ്. ആ മൈനർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ A11 ആണ്. മൈനർ ഓഫ് 1 ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കുക, മൈനർ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്ത ലെറ്റർ ഏതാണ്? M1. അപ്പൊ വേണമെങ്കിൽ വേണ്ട അതുകൂടി മൈനർ ഓഫ് ഏതാണ്? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്? M1. M1 എഴുതുന്നു. നമ്മളെ നോക്കാം, ആ 1 ഉൾപ്പെട്ടെ ആ റോയും കളഞ്ഞു, ആ കോളവും കഴിഞ്ഞു. പിന്നെ പോയി ഇത്രയല്ലേ വരത്തുള്ളൂ. അത് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? ഇതാ ഇങ്ങനെ എഴുതും. ഏതൊക്കെ വരും? 1 -1 കണ്ടോ? അപ്പൊ നമുക്ക് 2/2 ഡിറ്റർമിനന്റ് രീതിയിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 × 1 1 മൈനസ് -1 × -1 എന്ന് പറഞ്ഞാൽ എത്ര വരും? +1. കണ്ടോ? 1 × 1 -1 × -1 പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതിന് മൈനസ് വരുന്നത് 1 -1 എത്ര കിട്ടുന്നറിയോ? ഓക്കെ, അപ്പൊ മൈനർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. ഇനി കോഫാക്ടർ ഓഫ് 1, ഇതിന്റെ തന്നെ കോഫാക്ടർ കണ്ടുപിടിക്കണം. എങ്ങനെ ഈ കോഫാക്ടർ കണ്ടുപിടിക്കാൻ നോക്കാം? അത് എഴുതുന്ന കാര്യം ഇതാണ്, കോഫാക്ടർ ഓഫ് 1. ഏതാണ്? കോഫാക്ടർ ഓഫ് ഏതാണ്? കോഫാക്ടർ ഓഫ് 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഫാക്ടർ ചില ടെസ്റ്റിനകത്ത് അഥവാ ചില റെഫറൻസിനകത്ത് A എന്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? A11 A12 അങ്ങനെയാണ് പറയുക. ക്യാപിറ്റൽ A ആണ്, ക്യാപിറ്റൽ A11 ക്യാപിറ്റൽ A12 അതാണ് കോഫാക്ടർ. എന്നാൽ ചില പുസ്തകത്തിനകത്ത്
CBSE ചില പുസ്തകത്തിനകത്ത് കാണാം C11 C1 കോഫാക്ടറിന്റെ ആദ്യ ലെറ്ററായ C കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ രണ്ട് കോഫാക്ടർ തന്നെയാണ് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. കോഫാക്ടർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു A1. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി? ഇതിനകത്ത് ഒരുപാട് പണോട്ടെ, അതുകൊണ്ട് ഏത് പണം നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ എടുത്ത് നമ്മൾ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് തന്നെ എഴുതണം. വളരെ സിമ്പിൾ ആയിട്ട് എന്താ ഇവിടെ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ട കാര്യം അത് ഇപ്പം M11 നമുക്ക് കിട്ടി. ഈ M11 എന്ന് പറയുന്നത് ഏത് റോയാണ് ഏത് കോളമാണ് നോക്കുക. നമുക്കറിയാം 11 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മക്കളെ വളരെ എളുപ്പമായിരുന്നു. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു -1/2. അത് ഏത് റോയ്ക്കകത്താണോ ഏത് കോളത്തിനകത്താണോ. അപ്പൊ ഫസ്റ്റ് റോയ്ക്കകത്താണ് ഫസ്റ്റ് കോളത്തിനകത്താണ് അത് ആഡ് ചെയ്യാം. അപ്പൊ -1 × 1 + 1 അതായത് 1 + 1 ആ ഇതിലെല്ലാം ആഡ് ചെയ്യും. ഇതിലെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ അതിനകത്തുള്ള മൈനർ അതത് എഴുതിയാൽ മതി. ഒന്നാമത്തെ മൈനർ ഏതാ? M1 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ആദ്യത്തെ ഓർമ്മത്തിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഇത് M11 -1/1 + 1 0/2. അപ്പൊ -1/2 into what is M11? M11 is 0 അല്ലെ? അപ്പൊ M11 കൊടുത്തു into 0 കൊടുത്തു. നമുക്കറിയാം ഒരു നെഗറ്റീവിന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ഇട്ടുണ്ടാവും 1 × 0 that is equal to 0. മക്കളെ ഇത് 0 ആയിരിക്കും. അപ്പൊ കോഫാക്ടർ ഓഫ് 1 എത്ര കിട്ടി? 0. ഓക്കെ, മനസ്സിലായി? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നിനെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ നോക്കാം, ബാക്കിയുള്ള ഞാൻ എഴുതാൻ പോവാണ്. അപ്പം ഞാൻ തൂത്ത് കളഞ്ഞ് കുഴപ്പമില്ല നോക്കാം. അപ്പൊ 2 അടുത്ത വന്നിരിക്കുന്നത് A31 A32 A32 എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലേറ്റിന്റെ അരിയും പോളാണ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ മൈനർ ഓഫ് 1 എഴുതി. ഇനി ഞാൻ അടുത്തെഴുതുന്ന -2 എഴുതും. നിങ്ങൾ നോക്കുക, ഞാൻ ഇത് ഇവിടെ എഴുതിയേക്കാം. രണ്ടാമത്തെ തന്നെ ഇതാണ് മൈനർ ഓഫ് ഏതാണ്? മൈനർ ഓഫ് ഈ രണ്ടാമത്തെ എലിമെന്റ് ഇത് ഇതിന് മൈനർ ഓഫ് ഏതാമത് 2. അപ്പൊ അത് രണ്ടാമത്തെ എലമെന്റ് ആണ് ഫസ്റ്റ് റോയിൽ. അതിന്റെ റെപ്രസെന്റേഷൻ വരുന്നത് M12 എന്നാണ്. അപ്പൊ അവിടെ ഞാൻ ഇത് മൈനർ ഓഫ് എത്രയും എഴുതി? മൈനർ ഓഫ് 1 2 എന്നായിരിക്കും വായിക്കുന്നത്. മൈനർ ഓഫ് 1 2. അപ്പൊ മൈനർ ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ ഈ 2 വരുന്ന റോയും കളയണം, കോളവും എലിമിനേറ്റ് ചെയ്യണം. ആ റോയും ആ കോളവും ഞാൻ എലിമിനേറ്റ് ചെയ്താൽ എന്ത് വരുമെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഈ 2 എന്ന റോ കളഞ്ഞു, ആ കോളം കളഞ്ഞു. പോയിന്റ് എന്ന് വരും 2 പിന്നെ എത്രയാണ്? ഇവിടെ എന്ത് വരും? -2 -1. ഇവിടെ എത്രയാണ്? 1. ഇവിടെ എത്രയാണ്? 1. കണ്ടോ? ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കാം നിങ്ങൾ 2 × 1 2 അല്ലെ? അപ്പൊ 2 - 1 × -1 ഇറ്റ് ബിക്കം -1. പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ടുവച്ചാൽ -1. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 പ്ലസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 1 ഈസ് ഈക്വൽ ടു 3 കിട്ടി മക്കളെ. ഇതാണ് മൈനർ ഓഫ് സെക്കൻഡ് എലിമെന്റ് 2. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോഫാക്ടർ എന്താണ്? കോഫാക്ടർ ഓഫ് ദാറ്റ്. അപ്പൊ ഞാൻ എഴുതുമ്പോൾ കോഫാക്ടർ ഓഫ് ഏതാണ്? 2. കോഫാക്ടർ ഓഫ് 2 ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നു A12. എത്ര എഴുതുന്നു? A12. ഇനി നിങ്ങൾ നോക്കുക, ഈ A12 എഴുതുന്നത് നേരത്തെ തന്നെയാണ്. That is equal to A12 -1/1 + 2 into M12. ആ എലമെന്റിന്റെ മൈനർ കിട്ടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 എത്ര വരുന്നറിയോ? -1/3 into M12. എത്ര M12 കിട്ടിയിരിക്കുന്നത്? 3 ആണ്. into 3. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ അത് എന്തായിരിക്കും മക്കളെ? മൈനസ് ആയിരിക്കും. ദാറ്റ് ഈസ് -1 into -1 into 3 we know that 3. കണ്ടോ? അപ്പൊ നമുക്കിവിടെ കോഫാക്ടർ കിട്ടുകയാണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുന്ന കോഫാക്ടർ ഒക്കെ നിങ്ങൾ ഓർത്തോണം. ആദ്യത്തെ കോഫാക്ടർ നമുക്ക് എത്രയും കിട്ടിയത്? ആദ്യത്തെ കോഫാക്ടർ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്, എഴുതിയിട്ട് മറന്നു പോകാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ എഴുതിയതാണ് കോഫാക്ടർ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നു കോഫാക്ടർ. ആദ്യത്തെ ഡെഫിനറ്റിന്റെ കോഫാക്ടർ നമുക്ക് കിട്ടി. ആദ്യത്തെ കോഫാക്ടർ ആദ്യം ഉള്ളതിന്റെ കോഫാക്ടർ എത്രയായിരുന്നു? 0 ആയിരുന്നു കിട്ടിയത് അല്ലെ? കോഫാക്ടർ 0 ആണ്. ഇല്ല, രണ്ടാമത്തെ കോഫാക്ടർ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. രണ്ടാമത്തെ കോഫാക്ടർ എത്രയാണ്? 3 ആണ്. അതുപോലെ തന്നെ മൈനർ നോക്കാം. മൈനർ നമ്മളിപ്പോ എടുക്കുന്നില്ല. ആദ്യത്തെ മൈനർ 0 ആയിരുന്നു. രണ്ടാമത്തെ മൈനർ എത്രയാണ്? രണ്ടാമത്തെ മൈനറും ആദ്യത്തെ മൈനർ
സീറോയാണ്. അപ്പൊ കോഫാക്ടർ എത്ര തന്നെയാണ്? സീറോയാണ്. ഇവിടെ ആദ്യത്തേക്ക് കോഫാക്ടർ സീറോയാണ്, രണ്ടാമത്തേക്ക് കോഫാക്ടർ എത്രയാണ്? 3 ആണ്. അപ്പം 0 3. ഒരു പ്രത്യേകതയുണ്ട്. എത്രയാണ്? -3 ആണ്. -1 -3 ആണ്. അപ്പൊ 0 -3. ഓക്കെ, അപ്പൊ 0 -3 കിട്ടി. ഇനി ഞാൻ അടുത്ത എലമെന്റ് ആണ്. അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. അടുത്ത എലമെന്റ് ആദ്യത്തെ ഒരെണ്ണം മാത്രം നമ്മൾ ഞാൻ ചെയ്താൽ മതി. ക്ലാസ്സിൽ ഇരുന്നിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് എടുത്തു തരികയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇത് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ വരുന്നത് ഈ എലമെന്റ് ആണ്. ഏതാണ്? 1 ആണ്. വീണ്ടും 1 വന്നു. കോഫാക്ടർ ഓഫ് ഏതാണ് വരുന്നത്? കോഫാക്ടർ ഓഫ് 1 ആണ്. ഇവിടെ ഒരുപാട് പ്രാവശ്യം 1 വരുന്നുണ്ട്. അതപ്പോ എത്രാമത്തതാണ്? മൈനർ ഓഫ് ഒന്നാമത്തെ റോയ്ക്കകത്ത് മൂന്നാമത്തതാണ്. മൈനർ ഓഫ് എത്രയാണ് വരുന്നത്? 1 3 ആണ്. മൈനർ ഓഫ് 1 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് ഉൾപ്പെടുന്ന റോയും കളഞ്ഞ് ഫോളോ കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 2 1 1 മൈനസ് എത്ര വന്നു മക്കളെ? 2 1 1 പിന്നെ ഇത് വന്നു മൈനസ്. ഒന്ന് മറ്റൊക്കെ ചെയ്തു നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into -1 -2 മൈനസ് 1 into 1 എത്ര വരുന്നു? 1 തന്നെ വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് ആണ്. മൈനസ് ഓഫ് -2 -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 എന്ന് വന്നു. അപ്പൊ ഇതിന്റെ മൈനസ് എത്ര കിട്ടി? -3 കിട്ടി. ഇനി അതിന്റെ കോഫാക്ടർ ഓഫ് ദാറ്റ് 1 കോഫാക്ടർ ഓഫ് ദാറ്റ് 1 എന്ന് വെച്ചാൽ മൂന്നാമത്തെ എലമെന്റ് ആണ്. എത്ര വന്നു? A13 വന്നു. A13 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 1 plus 3 into M13. That is equal to -1 raised to -1 raised to 4 into M13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 ആണ്. M13 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3. ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവിന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് ആവും. ദാറ്റ് ഈസ് 1 into -3. 1 into -3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നെ വന്നു? -3 തന്നെ വന്നു. അപ്പം ആ കോഫാക്ടർ എത്രയാണ് വന്നിരിക്കുന്നത്? -3 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് -3 എഴുതി. ഓക്കെ, ഇനി ഞാൻ അടുത്തത് എഴുതുകയാണ്. അടുത്ത എഴുതുന്നത് ഇതാണ്. ഏതാണ്? 2 ആണ്. മക്കളെ നോക്കുക. മൈനർ ഓഫ് ഏതെഴുതുന്നു? ഞാൻ മൈനർ ഓഫ് 2 എന്നുള്ളത് എഴുതുന്നു. മൈനർ ഓഫ് 2. ഓക്കെ, ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മൈനർ ഓഫ് 2 ഈസ് ഈക്വൽ ടു M. ഇത് രണ്ടാമത്തെ റോയ്ക്കകത്ത് ഒന്നാമത്തെ എലമെന്റ് ആണ്. M എത്ര എഴുതും? 2 1. കേട്ടോ, M എത്ര എഴുതി? 2 1. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് M2 1 എന്ന് പറഞ്ഞാൽ ആ 2 ഉൾപ്പെട്ട റോയും കളയണം, അത് കോളം കളയണം. പോയിട്ട് ബാക്കി എത്ര വരുമെന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ ഇതും പോയി പോയിട്ട് ഇവിടെ 2 പറഞ്ഞു. ഏതൊക്കെ വന്ന്? 2 1. അപ്പം ഡിറ്റർമിനന്റ് ഏതായി? 2 1. ഇനി താഴത്തെ -1 എഴുതി 1 എഴുതി ക്ലോസ് ചെയ്യാം. എന്ത് വരും? 2 into 1 എത്രയാണ്? 2 minus -1 into 1 -1 that is equal to 2 plus 1. മക്കളെ it becomes 3. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി? 3 കിട്ടി. വീണ്ടും ഞാൻ അതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുന്നു. കോഫാക്ടർ ഓഫ് ഏതാ കണ്ടുപിടിക്കുന്നത്? കോഫാക്ടർ ഓഫ് 2 ആണ്. കോഫാക്ടർ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരണം? 2 1 എന്ന് വരണം. A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 raised to ഇതിനെ കൂട്ടുന്നത് -1 raised to എത്ര വരും മക്കളെ? 2 plus 1 കേട്ടോ. -1 raised to 2 plus 1 ആണ്. അതായത് M എത്ര വരുന്നത്? 2 1 ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ എഴുതി M21 എന്ന് എഴുതി. M എത്രയാണ്? 2 1. M21. ഇനി ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. നോക്കുക, വാല്യൂ എന്താ വരിക? -1ന്റെ പവർ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 whole raised to 3 into M21 എന്ന് പറഞ്ഞാൽ 3 ആണ്. നെഗറ്റീവിന്റെ പവർ ഓടി നമ്പറാണ്, നെഗറ്റീവ് തന്നെയായിരിക്കും. -1 into 3 that is equal to it becomes -3. അപ്പം M21 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? 2 കോഫാക്ടർ ഏതാണ്? ഓഫ് 2. കോഫാക്ടർ ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? കോഫാക്ടർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഇതിന്റെ സ്ഥാനത്ത് ഞാൻ കിട്ടി -3 എന്ന് എഴുതി -3. അപ്പൊ നമ്മളോട് മൈനർ കോഫാക്ടർ ചോദിച്ചിരിക്കുന്നത്, ഞാൻ കോഫാക്ടർ മാത്രമേ അവിടെ എഴുതി കൊടുക്കുന്നുള്ളൂ കേട്ടോ. മൈനർ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വേറെ പ്രയോജനമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ഏതാണ്? മൈനർ ഓഫ് അടുത്ത എലമെന്റ് ഏതാ? മൈനർ ഓഫ് ഞാൻ മൊത്തം കൂട്ടുകയാണ്. മൈനർ ഓഫ് നോക്കാം. മൈനർ ഓഫ് ഇനി കണ്ടുപിടിക്കാനുള്ള ഈ 1 ആണ് മൈനർ ഓഫ് 1. ആ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം സെക്കൻഡ് കോളത്തിനകത്ത് സെക്കൻഡ് റോയ്ക്കകത്ത് രണ്ടാമത്തെ കോളത്തിനകത്തുള്ളതാണ്. അതായത് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് M22 എന്നാണ്. M22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് ഉൾപ്പെട്ട റോയും കളഞ്ഞ് കോളോ കളഞ്ഞു അല്ല കുരിശു പോലെ ഇവിടെ കളഞ്ഞു. പിന്നെ പോയിട്ട് ഇവിടെ വന്ന് അപ്പൊ എത്രയാണ്? ഡിറ്റർമിനന്റ് ഓഫ് 1 1. താഴത്തെ എത്രയാണ്? താഴെയും 1 1 തന്നെ വന്നു. മക്കളെ ഇവിടെ
1 0 ആയിട്ട് മാറും അല്ലെ. നോക്കാം നമുക്ക് 1 into 1 എത്രയാണ് 1 ആണ്. മൈനസ് 1 into 1 എത്രയാണ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു 0 വന്നു. അപ്പൊ മൈനർ ഓഫ് ദിസ് 1 is equal to 0 ആയി. Therefore the cofactor of 1 that is equal to a22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ നമ്മൾ എഴുതുന്നു that is equal to minus 1 raised to ഇത് രണ്ടുകൂടെ കൂട്ടുന്നു 2 പ്ലസ് എത്രയാണ് 2 പ്ലസ് 2 into m22. അതായത് അത് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. -1 raised to 4 into m22 എന്ന് പറഞ്ഞാൽ 0 ആണ്. that is equal to we get 0. അപ്പൊ നമ്മൾ അടുത്ത കോഫാക്ടർ കിട്ടി നമുക്ക് ആ കോഫാക്ടർ എത്രയാണ് 0 ആണ്. ഓക്കെ, അപ്പം അത് ഇനി നമ്മൾ അടുത്ത ഇന്നത്തെ ഇതാണ് ഏതാണ് അടുത്ത -1 ആണ്. കണ്ടോ എത്രാമത്തെയാണത് നിങ്ങൾ നോക്കത്തെ ഇതാണ് ഞാൻ എടുക്കുന്നത്. ഇത് കോഫാക്ടർ ഓഫ് മൈനർ ഓഫ് -1. -1 എന്ന് പറഞ്ഞാൽ എത്രാമത്തെയാണ് രണ്ടാമത്തെ റോയ്ക്കകത്ത് മൂന്നാമത്തെ കോളത്തിലാണ് 2 3 ആണ്. അപ്പൊ ഇത് എഴുതുന്നത് m23 എഴുതും. എങ്ങനെ എഴുതും മക്കളെ m23. ഈ m23 എഴുതിയതിനു ശേഷം നമ്മൾ ആ എലമെന്റ് ഉൾപ്പെട്ട ആ റോയും കിടന്നു ആ കോളവും കിടന്ന് ബാക്കി എത്ര വരും നോക്കുക. ഈ റോയും പോയി ഈ കോളവും പോയി 1 2 1 -1 1 2 1 ഏതാണ് -1. നമ്മൾ ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 1 into -1 that is equal to -1 minus 1 into 2 എത്ര വന്നു 2. നോക്കുക രണ്ട് മൈനസ് ആണ് -1 -2 that is equal to -3 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ കോഫാക്ടർ എടുക്കുകയാണ്. കോഫാക്ടർ ഓഫ് എത്രയാണ് കോഫാക്ടർ ഓഫ് -1 ആണ്. കോഫാക്ടർ ഓഫ് -1 കോഫാക്ടർ ഓഫ് ഏതാണ് -1. കോഫാക്ടർ ഓഫ് -1 is equal to അത് എത്രാമത്തേക്കാണ് നിങ്ങൾ നോക്കുക. കോഫാക്ടർ ഓഫ് 2 3 ഇതിന്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കോഫാക്ടർ ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഏതാണ് 2 3 ആണ്. a23 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് -1 raised to 2 plus 3 into m23 minor of 23 that is equal to -1 raised to 5 into m23 ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന -3 that is equal to -1 into -3 that is equal to +3. അപ്പൊ നമുക്ക് കോഫാക്ടർ ഓഫ് ഏത് കിട്ടി. ഇനി ഈ 3 എലമെന്റിന്റെ ഉണ്ട്. ഈ 3 എലമെന്റിൻ്റെതും നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ച് തരികയാണ്. നിങ്ങൾ ഇനി ഒരു കണക്കും പോലും കോഫാക്ടർ കണ്ടുപിടിക്കാനോ മൈനർ കണ്ടുപിടിക്കാനോ പറയുമ്പോൾ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഇതിൽ ഞാൻ പറയുന്നത്. നോക്കുക അടുത്ത ഏതാണ് ഈ എലമെന്റ് ആണ്. ഈ എലമെന്റ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് ഈ 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു m. അത് എത്രാമത്തെയാണ് വരുന്നത് മൂന്നാമത്തെ റോയ്ക്കകത്ത് ഒന്നാമത്തെ കോളമാണ്. എത്രാമത്തെയാണ് മൂന്നാമത്തെ റോയ്ക്കകത്ത് ഒന്നാമത്തെ കോളം. m31 ആണ്. m31 എന്ന് പറയുമ്പോൾ ആ എലമെന്റ് ഉൾപ്പെട്ട റോയി കളയണം കോളം കളയണം. പോയിട്ട് ബാക്കി വരുന്ന എലമെന്റ് ഏതൊക്കെയാണ് 2 ആണ്, പിന്നെ 1 ആണ്, പിന്നെ 1 പിന്നെ -1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into -1. 2 into -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് -2 -1 into 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇറ്റ് ബിക്കംസ് ഓൾസോ എത്ര വന്നു -3 എന്ന് വന്നു. അപ്പൊ അതിന്റെ കോഫാക്ടർ എന്താണ് കോഫാക്ടർ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എഴുതുന്നത് എത്രാമത്തെയാണ് 3 തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതേ ഇത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു a31 എന്ന് പറഞ്ഞാൽ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ -1 raised to ഈ ജെയുടെ കൂട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 plus 1 into m31 എഴുതണം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 4 എന്നാകും. മക്കളെ -1 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +1 തന്നെയാണ്. കാരണം ഈവൻ നമ്പറാണ്. ഇനി m31 എത്രയാണ് -3 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടുക 1 into എത്ര വന്നു -3 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര തന്നെയാണ് -3. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയ കോഫാക്ടർ എത്രയാണ് -3 ആണ്. ഇനി വീണ്ടും അടുത്തത് കിട്ടിക്കണം. അടുത്തത് ഇതാണ് കോഫാക്ടർ ഓഫ് വീണ്ടും എത്ര തന്നെ വരുന്നു -1 വരുന്നു. കോഫാക്ടർ ഓഫ് -1 രണ്ടാമത്തെ മൂന്നാമത്തെ റോയ്ക്കകത്ത് രണ്ടാമത്തെ എലമെന്റ് അതിന്റെ ആ ഒരു എലമെന്റിന്റെ റോയും കോളങ്ങളെയും ഇതും കളയും പോയിട്ട് വരുന്ന ഏതാണ് 1 1 ഈ എലമെന്റിന്റെ എടുത്ത അപ്പൊ ഈ റോയും ഈ കോളം 2 -1. ഓക്കെ, ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു 1 into -1 എത്രയാണ് -1 into 2 എത്രയാണ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി -3. കണ്ടോ? ഇനി ഞാൻ ഇതിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കുകയാണ്. കോഫാക്ടർ എടുക്കുമ്പോൾ എത്ര വരും കോഫാക്ടർ ഓഫ് എത്രയാണ് -1 -1ന്റെ കോഫാക്ടർ
കോഫാക്ടർ ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ എത്രാമത്തെയാണ് രണ്ടാമത്തതാണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തെഴുതും a32 a32 is equal to -1 raised to ഇതിനോട് ആഡ് ചെയ്യും -1 raised to എത്രയാണ് 3 + 2 into m32 that is equal to -1 raised to എത്രയാണ് 5 into m32 ഇവിടെ കിട്ടി -3. നോക്കാൻ നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് എന്ത് തന്നെ വരും നെഗറ്റീവ് തന്നെ വരും. -1 into -3 ആണ്. -2 - ആണ്. എത്ര കിട്ടി 3 കിട്ടി. ഇവിടെ നമ്മൾ അടുത്ത ഇത് എഴുതി കോഫാക്ടർ 3 എഴുതി 3 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഏതാണ് കോഫാക്ടർ നമുക്ക് 3 കിട്ടി. കോഫാക്ടർ 3 വീണ്ടും ഞാൻ അടുത്ത ഒറ്റ എലമെന്റ് കൂടി ഉള്ളൂ. അതുകൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇത് തീർന്നു. ഇനി ഇത് എളുപ്പം ചെയ്തൊരു ഇതോടെയുണ്ട്. അതിന് ഇത്രയും ഇതൊന്നും ഇല്ല. ചെയ്ത് പ്രാക്ടീസ് നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വലിച്ചു വരക്കി എഴുതണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. That is equal to last step m minor of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോയും കളയണം, ആ കോളം കളയണം. 1ലേക്ക് ഈ റോയും പോയി ഈ കോളം പോയിട്ട് ഇത്രയും പേര് ആരൊക്കെയാണ് 1 2 പിന്നെ 2 എത്രയാണ് 1. മക്കളെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഡയഗണൽ എലമെന്റ്സ് 1 into 1 1 minus 2 into 2 എത്രയാണ് 4 1 minus 4 -3 അപ്പൊ ഇതിനെ മൈനസ് എത്ര കിട്ടി -3 കിട്ടി. ഇനി കോഫാക്ടർ കണ്ടുപിടിക്കണം. കോഫാക്ടർ എത്രയാണ് വരുന്നത് നോക്കാം. കോഫാക്ടർ ഓഫ് ഏതാണ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു a33. ഇത് c33 എന്ന് എഴുതാം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം -1 raised to 3 + 3 അതായത് 3 + 3 ഞാൻ ഒറ്റ എഴുതിയത് 6 into m33 -1ന്റെ പവർ ഈവൻ നമ്പറാണ് 1 ആണ്. 1 into 33 എന്ന് പറഞ്ഞാൽ എത്രയാണ് -3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു we get 1 into -3 we get -3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി -3. ഇതാണ് നമ്മുടെ കോഫാക്ടർ. അപ്പൊ ഒരു സെറ്റ് തന്നിട്ട് ഒരു എസ്റ്റിമേറ്റ് തന്നിട്ട് അതിന്റെ മൈനർ കണ്ടുപിടിക്കാൻ കോഫാക്ടർ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ചിലപ്പോൾ അതിനകത്ത് ഒരു എലമെന്റിന്റെ മാത്രം മൈനസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, ഒരു എലമെന്റിന്റെ മാത്രം കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അതുകൊണ്ടാണെങ്കിൽ എല്ലാം കൂടെ ചെയ്യുന്നത്, എല്ലാം കൂടെ ഒന്നിച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ കോഫാക്ടർ കിട്ടി. എന്തിനാണ് ഇനി കോഫാക്ടർ മാത്രം എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ കോഫാക്ടർ എഴുതിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇനിയുള്ള കണക്കിന് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരത്ത് നിങ്ങളോട് പറയും ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് പറയും അതിന്റെ അഡ്ജോയിന്റ് എഴുതുക എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ അഡ്ജോയിന്റ് എഴുതുക? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കോഫാക്ടർ എഴുതിയിട്ട് ആ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എഴുതിയാൽ മതി. എന്താണ് ട്രാൻസ്പോസ് നിങ്ങൾക്ക് അറിയാലോ. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇന്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ്. എന്താണ് ട്രാൻസ്പോസ് ഇന്റർചേഞ്ച് ദ റോസ് ആൻഡ് കോളംസ്. റോയും കോളും ഇന്റർചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡ്ജോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാൻ കോഫാക്ടർ ഓഫ് എ എഴുതി. അപ്പൊ ഇവിടെ ഞാൻ എടുത്തെഴുതുകയാണ് ദിസ് ഈസ് എ, ഇത് എ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാ എഴുതുന്നത് കോഫാക്ടർ ഓഫ് എ. മൈനർ ഓഫ് എ ഞാൻ എഴുതിയില്ല കേട്ടോ. കോഫാക്ടർ ഓഫ് എ മൈനർ ഓഫ് എ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പിടിച്ച് എഴുതിയാൽ മതി. ഇത് മാത്രം ചോദിച്ചാൽ ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷെ അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ എഴുതുകയാണ് കോഫാക്ടർ ഓഫ് ഈ സെറ്റിന് ഡിഫിനേറ്റ് ചെയ്യാൻ എ എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ എഴുതുന്നത് കോഫാക്ടർ ഓഫ് ഏതാണ് കോഫാക്ടർ ഓഫ് എ. ഈ ചോദ്യത്തിനകത്ത് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത്. ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് മൈനർ കോഫാക്ടർ വരെ മാത്രമേ ഉള്ളൂ. അത്ര കണക്ക് ചെയ്താണോ. പിന്നെ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കി വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുകയാണ്. കോഫാക്ടർ ഓഫ് എ ഈസ് ഈക്വൽ ടു ഞാൻ ഇത് എഴുതുകയാണ്. കോഫാക്ടർ ഓഫ് എ ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ് 0 -3 വീണ്ടും -3 പിന്നെ -3 0 3 again -3 3 ഇതാണ് എന്ത് കോഫാക്ടർ. കോഫാക്ടർ ഓഫ് എ നമുക്ക് കിട്ടി. കോഫാക്ടർ കിട്ടിക്കഴിയുകയാണെങ്കിൽ ഈ കോഫാക്ടറിന്റെ എന്തെഴുതണം ട്രാൻസ്പോസ് എഴുതിയാൽ അതാണ് അഡ്ജോയിന്റ് ഓഫ് എ. എന്താണ് അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എങ്ങനെയാണ് ഈ അഡ്ജോയിന്റ് ഓഫ് എ എന്നുള്ളത് എഴുതുന്നത്? അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് എ എന്നുള്ളത് ചുരുക്കി എഴുത്തായിട്ട് അഡ്ജ് ചെയ്ത് വരും. ഇതെങ്ങനെ എഴുതാം? അഡ്ജ് എ ഡി ജെ അഡ്ജ് എ. അഡ്ജ് ചെയ്ത് വരും. എന്താണ് ഈ അഡ്ജ് എന്ന് പറഞ്ഞാൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഒക്കെ ഇതിന്റെ ട്രാൻസ്പോസ് എഴുതിച്ചാൽ ഏതാ ഈ തെറ്റിന് വാട്ട് ഇസ് ട്രാൻസ്പോസ് ഇന്റർചേഞ്ചിന്റെ റോസ് ആൻഡ് കോളം. റോയെ എല്ലാം കോളമാക്കുക, കോളത്തിന്റെ എല്ലാം എന്താക്കി മാറ്റിയാ റോയാക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റോയെ ഞാൻ ഫസ്റ്റ് കോളമായിട്ട് അതായത് 0 പിന്നെ ഏതാണ് -3 പിന്നെ ഏതാണ് സെക്കൻഡ് റോ അത് ഇവിടെ ഞാൻ എഴുതി -3 പിന്നെ ഏതാണ് 0
3. അടുത്തത് ഏതാണ്? -3 3 മൈനസ്. മക്കളെ ഇതാണ് നമ്മുടെ എന്ത് അഡ്ജോയിന്റ് ഓഫ് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. നമുക്ക് കണക്കിനകത്ത് വരുമ്പോൾ ഇത്ര കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ നല്ലവണ്ണം ഇത് എങ്ങനെയാണ് എടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് അതുപോലെ ചെയ്യുക. പിന്നീട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഇത് തരികയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഇതിപ്പം അടുത്ത ഇത്തോ നിങ്ങൾ നല്ലവണ്ണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഓഫാർക്ക് എഴുതാനായിട്ട് ഈ പറയത്തക്ക ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര ഒന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ഓഫാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആ സ്പീഡ് നിങ്ങൾക്ക് കിട്ടുന്നവരെ കുട്ടികളെല്ലാം പരീക്ഷകൾക്കും വാക്കുകളും എല്ലാം തന്നെ ഫെയിലായി പോകുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഉൾപ്പെടെ പല ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ അറിയാം, കണക്കുകളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ എനിക്ക് പല ഹൈ പൊസിഷനുള്ള ടെസ്റ്റുകൾക്കകത്തും ഞാൻ അതിന്റെ പരാജയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്പീഡ്, അതായത് പ്രാക്ടീസ് ചെയ്ത് അതായത് ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ ഞാൻ ചെയ്തു. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ പോയി. ഈ ഡയറക്റ്റ് മെത്തേഡ് ചെയ്തതാണ് പറ്റിയിരിക്കുന്നത്. നല്ല ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ സ്പീഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്പീഡിലാണ് മാറ്റിയിരിക്കുന്നത്. കാരണം ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് അഥവാ 1/2 മിനിറ്റ് 30 സെക്കൻഡ് മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. ഈ 30 സെക്കൻഡ് കൊണ്ട് സാധാരണ ഒരു വിദ്യാർത്ഥി, അറിവുള്ള ഒരു വിദ്യാർത്ഥി ആ ക്വസ്റ്റ്യൻ വന്നിട്ട് വരുമ്പോൾ ആ 30 സെക്കൻഡ് തീരും. പിന്നെ അവനെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ അടുത്ത 30 സെക്കൻഡ് തീരും. പിന്നെ അവനെ ആൻസർ ഒന്ന് എഴുതി കഴിയുമ്പോൾ അടുത്ത 30 സെക്കൻഡ് തീരും. പിന്നെ ഇത് ശരിയാണോ നമ്മളൊന്ന് ഓടിച്ചൊന്ന് നോക്കി വരുമ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡ് കൊണ്ട് അടുത്ത 30 സെക്കൻഡ് കൊണ്ട് തീരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അവൻ 2 മിനിറ്റ് കൊണ്ടാണ് അവൻ ചെയ്യുന്നത്. 2 മിനിറ്റ് കൊണ്ട് എങ്കിലും അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ. കാരണം അവൻ ചെയ്തത് കറക്റ്റ് ആണെന്ന് അവന് ബോധ്യപ്പെടുത്തുക. അങ്ങനെ പറ്റിയിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത്രയും സമയം എടുക്കും. നിങ്ങൾ അപ്പോൾ ഓർക്കുക, 4-1 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 100 ക്വസ്റ്റ്യൻ തന്നിട്ട് ചെയ്യാൻ പറയുമ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ടൈം ഔട്ട് ആയി. നിങ്ങൾ ഓർക്കുക, അവന് 25 മാർക്കേ കിട്ടുന്നു. ബ്രില്യന്റ് സ്റ്റുഡന്റ് ആണ്, 25 മാർക്കേ കിട്ടുന്നുള്ളൂ. എവിടെയായിട്ട് പോകുന്നത്? നമ്മുടെ സ്പീഡിന്റെ കുഴപ്പം. ആ സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം? നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ അറിയാവുന്ന ഒരു വിശേഷമില്ല. അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ബൈ പ്രാക്ടീസ് വീണ്ടും ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്തോളം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓരോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കണക്ക് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇവിടെ നാം പലർക്കും ഉള്ള ഒരു സ്വഭാവമുണ്ട്, കോപ്പി അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അത് പാടില്ല. തനിയെ വീട്ടിൽ ഒത്തിരുന്ന് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇത് വൈകിപ്പിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു കണക്ക് ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. അതായത് ഇതിനകത്തുനിന്ന് മൈനർ കോഫാക്ട് കൊടുക്കണം. വളരെ എളുപ്പമാണ്. ചില കുട്ടികൾക്ക് ഒരു ധാരണ വരും ഇതിനകത്ത് മൈനർ. അപ്പോൾ മൈനർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇത്. അപ്പോൾ മൈനർ ഓഫ് നിങ്ങൾ നോക്കുക, ഏതാണ് മൈനർ ഓഫ് ഈ എലമെന്റ് എഴുതുന്നതിനായിട്ട് കാര്യമില്ല. കാരണം 2 തന്നെ 2 സ്ഥലത്ത് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എഴുതുന്നു മൈനർ ഓഫ് 2 എഴുതിയേക്കാം. മൈനർ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഒന്നാമതാണ്. നമുക്കറിയാം ഒന്നാമത്തെ ആ എലമെന്റിലെ ആണെങ്കിൽ അതുൾപ്പെട്ട റൂയികളെയും അതുൾപ്പെട്ട കോളുകളെയും പിന്നെ പോലെ ബാക്കി വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? 4 ആണ്. കണ്ടോ, മൈനർ ഓഫ് 2 എന്ന് പറയുന്നത് 4. അടുത്തത് അങ്ങനെ ഞാൻ 1 എന്നുള്ളത് തന്നെ എഴുതുകയാണ്. അടുത്തത് M12 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കറക്റ്റ് നമ്മൾ എഴുതുന്നത്. M12 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എലമെന്റ് ആകുമ്പോൾ ആ എലമെന്റ് ഉൾപ്പെട്ട റൂയികളാണ് കോളോ പറയാം. അപ്പൊ പോയിട്ട് ബാക്കി 1 വരും. കണ്ടോ, ഇനി ഇതെത്രയാണ്? ഇതെത്ര? രണ്ടാമത്തെ ഇതിനകത്ത് ഒന്നാമത്തെ M21. M21 എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഈ 1 വരുമ്പോൾ ഇത് വരുന്ന പോയി ഈ കോളോ പോകും. പോയിട്ട് ബാക്കി വരും. അടുത്ത ഏതാ വരുന്നത്? M22 ആണ്. M22 എന്ന് പറഞ്ഞാൽ ഇതാണ് M22. ഈ പോയി ഈ കോളവും അപ്പൊ പോയിട്ട് ഏത് വരും? 2 വരും. കാരണം നമുക്ക് ഇതിന്റെ മൈനർ നമുക്ക് കിട്ടി. കാരണം മൈനർ പെട്ടെന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ കോഫാക്ട് ഇടുന്നു. എങ്ങനെയാണ് കോഫാക്ട്? കോഫാക്ട് എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ A1 നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് 1 അപ്പം -1/1 -1/2 അത് പോസിറ്റീവ് തന്നെയാണ് അല്ലെ? അപ്പൊ 1 കൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഏത് തന്നെ കിട്ടും? ഇത് തന്നെ കിട്ടും. A11 ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? -1/1 + 1 ഇൻറ്റു M11 എന്നാണ്. അതൊന്നും എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോക്കേണ്ട കാര്യം ഇതാണ്. ഇത് രണ്ടോ കൂട്ടുമ്പോൾ ഇവൻ നമ്പറാണ് വരുന്നതെങ്കിൽ 1 ആണ്. 1 × 4 എത്ര തന്നെ വരും? 4 തന്നെ വരും.
1 2. A12 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചെയ്ത കണക്ക് നമ്മൾ ശ്രദ്ധിച്ചറിയാം -1/1 + 2 ആണ്. 1 + 2 വെച്ചാൽ 3 ആണ്. -1/3 വരും. -1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -1 തന്നെയാണ്. -1 into ഏതാണ് M1 to 1 ആണ്. അപ്പൊ -1 into 1 that is equal to -1 എന്ന് തന്നെ കിട്ടി. കണ്ടോ? അടുത്ത ഏതാണ് A21 ആണ്. A21 is equal to എന്താണ് അവിടെയും -1/2 + -1/2 എത്രയാണ് 2 + 1. അപ്പൊ -1/2 എത്ര വന്നു നമുക്ക് 2 + 1. 2 + 1 എന്ന് പറഞ്ഞാൽ -1/3. -1/3 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് -1. -1 into M21 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 ആണ്. -1 into 3 എന്ന് വെച്ചാൽ എത്രയായി -3 ആയി. അടുത്തത് A22 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം -1/2 + 2 -1/2 + 2 എന്ന് പറഞ്ഞാൽ -1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1 ആണ്. 1 into ഏതാണ് 2 1 into 2 എത്ര തന്നെ കിട്ടും 2 തന്നെ കിട്ടും. അപ്പൊ അതിന്റെ കോഫാക്ടേഴ്സ് കിട്ടുന്നുണ്ടോ? ഇത്രയുമാണ് ഇതിന്റെ കോഫാക്ടേഴ്സ്. ഇതിന്റെ മൈനർ വരുന്നത് ഇത്രയുമാണ്. ഓക്കെ ബൈ. ഇത്രയും കണക്കുകൾ നല്ല വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. നാളെ വരുമ്പോൾ ഇത് പഠിച്ചുകൊണ്ടേ വരാവുള്ളൂ. ഓക്കെ ബൈ ബൈ.